അവൻ അവനോടൊന്നും പറഞ്ഞില്ല. അവൻ പറഞ്ഞതാ എന്നെ കൊല്ലാൻ വന്ന് നോക്കിയില്ല ഇവൻ. അവിടെ ചോദിക്കാനേ അവൻ പറഞ്ഞോളൂ. അപ്പൊ അതിന് അവകാശമില്ല. മനസ്സിലായി. റോങ് സൈഡിൽ കയറി വന്ന ബസ്സുകാരൻ്റെ അടുത്ത് ബൈക്കാരൻ ചോദിച്ചു, നീ എന്നെ കൊല്ലാൻ നോക്കുകയാണോ, നീ എങ്ങോട്ട് നോക്കിയാൽ എടുക്കുന്നത് എന്ന് ചോദിച്ചു. ഇതാണ് അവൻ ചെയ്തത് തെറ്റ്. ബാക്കിയുള്ള നിങ്ങൾ കണ്ടു, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറ, ഇത് കേരളമാണോ? ഇത് ഈ ബസ്സുകാരെ ഈ ഒരു കാര്യങ്ങൾ ഈ ബസ്സുകാരുടെ അടുത്ത് ഉള്ള ഈ ഒരു എന്താ പറയുക, ഈ ഒരു സമീപനം നമ്മൾ ആദ്യമായിട്ട് കാണുന്നൊന്നുമല്ല. ഒരുപാട് റോങ് സൈഡിൽ കയറി വരിക, അതേപോലെ തന്നെ പല രീതിയിലും ഇവരെ എന്താ പറയുക, ഈ ഒരു റാഷ് ഡ്രൈവിങ് നമ്മൾ ഇനിയും ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കണ്ടുനോക്കത്. അവനതാ പറഞ്ഞുള്ളൂ, എന്നെ കൊല്ലാൻ നോക്കിയില്ലേ എന്ന് മാത്രം അവൻ വിളിച്ചു പറയുന്നത്. അല്ലാതെ അവൻ ചീത്തയും തെറിയൊന്നും പറഞ്ഞില്ല. അവനൊന്നും പറഞ്ഞില്ല. ആ ചെറുക്കൻ ഇതോ പറഞ്ഞുള്ളൂ, എടാ നീ എന്നെ കൊല്ലാൻ നോക്കിയാണോന്ന് ഒറ്റ വാക്ക് പറയുന്നത്. അവൻ ചീത്തയോ തെറിയോ തോന്നിയോ സ്വത്തും പറഞ്ഞില്ല. ഇത് ഒരേ വാക്ക് അവൻ പറഞ്ഞത്, ഒരേ വാക്ക്. എന്നടാ നീ എല്ലാവരും കൊല്ലുകൂടാ, ആ ഒരു വാക്ക് ചോദിച്ചുള്ളത്. അവൻ ചീത്തയും പറഞ്ഞു തെറിയും പറഞ്ഞില്ല. ഡ്രൈവർമാരുടെ ഒരു അഹങ്കാരം നമ്മൾ പലപ്പോഴും ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്, പ്രത്യേകിച്ച് കേരളത്തിലും. ചവിട്ടി കൂട്ടിയാ പോലീസുകാരെ എടുത്തിട്ടത്. അത് കഴിഞ്ഞാൽ മറ്റേ കൊണ്ടുവന്നത്. അതപ്പോൾ ഇവൻ പറയാനില്ല ഇങ്ങനെ. അപ്പോഴും പറയുന്നത് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ തെറ്റ് ചെയ്തില്ല സാറേ, അവൻ പറയുന്നുണ്ട്. അപ്പൊ പോലീസുകാർ പറയുന്നത് കേറും. എനിക്ക് ആ ഭാഷ പറയാൻ കൊള്ളത്തില്ല. കേരളാന്ന് പറഞ്ഞ് പിടിച്ചകത്തിട്ടു. ഹെൽമെറ്റ് കൊണ്ട് വന്നിട്ടോ എന്ത് തെറ്റാ ചെയ്തെന്ന് ഞാൻ എനിക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ഈ രീതിയിലൊക്കെ അവനടുത്ത് പെരുമാറണമെന്നുണ്ടെങ്കിൽ അവര് തന്നെ എടുത്ത് അകത്തിട്ടു വണ്ടിക്കകത്ത്. ഇവിടെ തേടി ഇവന്റെ മരണത്തിൽ രക്ഷപ്പെട്ടാണ്. എന്നെ കൊല്ലാൻ നോക്കിയില്ലടാ, എല്ലാം കൊല്ലാൻ നോക്കി. നീ അങ്ങോട്ട് എടുത്തില്ല, അങ്ങോട്ട് 4-5 മണിയൊക്കെ 5 മണിയൊക്കെ ആയി. ആ നേരത്താ എന്നൊരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. അവനില്ല പോലീസുകാർക്ക്. അവൻ പറഞ്ഞു സാറേ ഞാൻ തെറ്റ് ചെയ്തില്ല, ഇവര് ചെയ്തിട്ട് ഞാൻ ചോദിച്ചാന്ന് പറഞ്ഞു. ഇവരൊരു വരെയും പറ്റില്ല, നിനക്ക് എന്നാ ചെയ്യേണ്ടത്, പിന്നെ നീ ഇവിടെയൊക്കെ അക്രമം കാണിക്കാണെന്ന് ചോദിച്ചു. വലിച്ചു വാരി ചവിട്ടി കൂട്ടി വണ്ടിക്കകത്ത്. യൂണിഫോം ഇടാത്ത ഒരാളും കൂടെ അവൻ അടിക്കുന്നുണ്ട്. അതാരാണെന്ന് അറിയില്ല. യൂണിഫോം ഇടാത്ത ഒരാളും കൂടെ. ഈ ബസ്സുകാരുടെ ഒരു ധൈര്യം, കോൺഫിഡൻസ്, അവർക്ക് എന്ത് തോന്നിയാസവും ചെയ്യാന്നുള്ള ധൈര്യം എന്തുകൊണ്ടാണെന്നറിയോ? അതായത് അവരുടെ ഓണർമാർ വലിയ വലിയ കൊമ്പത്തുള്ളവന്മാരായിരിക്കും. ആ ഒരു ധൈര്യത്തിൽ ഇവന്മാർ റോഡിൽ എന്ത് തോന്നിവാസവും കാണിക്കുക. അപ്പോൾ നിങ്ങളിത് കണ്ടു നോക്ക്. ഒരു ചോദ്യം എന്താ സംഭവം എന്നെങ്കിലും ചോദിക്കുക. ഒരു ചോദ്യം പറച്ചിലൊന്നുമില്ല. വരുന്നു, എടുക്കുന്നു, അടിക്കുന്നു, അടിച്ച് വണ്ടിയിലിടുന്നു. അവൻ എന്താ തെറ്റ്, എന്താ അവിടെ വല്ല കൊലപാതകം ചെയ്ത, വല്ല പീഡനം ചെയ്ത, എന്താ ഇവനെ